JNU യൂസിലേക്ക് എത്തിയപ്പോൾ എല്ലാം നമുക്ക് ഷോക്കാണ്. യേൽ യൂണിവേഴ്സിറ്റി അവർക്ക് ഫണ്ട് ചെയ്യാൻ പോവാണ് എന്തിന് ഇതിനെ ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 15 രാജ്യം കണ്ട് വിസിറ്റ് ചെയ്തു ഈ ജൂൺ മുതൽ മാത്രം. ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടി റിസർച്ച് ചെയ്ത് തുടങ്ങുന്നു. അതില്ലാത്തത് കൊണ്ടാണ് ഡിഗ്രി വരുന്ന ഒരു കുട്ടി ഒരു പുസ്തകം വായിക്കാനോ ഒരു പുസ്തകത്തിലേക്കുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാകാത്തത്. നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനും ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? 8 crore സ്കോളർഷിപ്പ് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലേക്ക് കിട്ടാന് അമേരിക്കൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എന്തൊക്കെ പഠിക്കാനുണ്ട്? ക്വാളിറ്റി എഡ്യൂക്കേഷനെ കുറിച്ച് ആലോചിക്കുന്ന രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യുന്നത് എഹ്സാനുൽ ഇഹ്തിസാം, യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലെ ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരുപാട് പുതിയ കാര്യങ്ങളും പുതിയ കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യാൻ വിചാരിക്കുന്നു. വെൽക്കം, നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഓക്കെ, എന്നോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, JNU USA പോയപ്പോൾ സാധാരണ ആളുകൾക്ക് ഉണ്ടാവുന്നത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടാവാറില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? JNU USA എത്തിയപ്പോൾ എല്ലാം നമുക്ക് ഷോക്കാണ്. പുതിയ സംഭവങ്ങൾ, കൾച്ചർ ഷോക്ക് എന്ന് പറയുമെങ്കിലും നമുക്ക് നോളജ് ഷോക്കും എല്ലാതരം ഷോക്കുകളും ഉണ്ടായിട്ടുണ്ട് സംഭവം സത്യം പറഞ്ഞാൽ. കാരണം ഷിക്കാഗോ എന്ന് പറഞ്ഞാൽ 6 മാസം മഞ്ഞും 2-3 മാസം നല്ല തണുപ്പും പിന്നെ 2-3 മാസം മാത്രം സമ്മറുള്ള സ്ഥലം. അപ്പോൾ വെതർ വൈസ് ഭയങ്കര ഇതായിരുന്നു. നമ്മൾ ചെല്ലുന്നത് തന്നെ സെപ്റ്റംബറിലേക്കാണ്. ഒരു ഡിസംബർ ആകുമ്പോൾ നല്ല മഞ്ഞാവും. പിന്നെ ക്വാർട്ടർ സിസ്റ്റത്തിലേക്കാണ് മാറിയത്. സെമസ്റ്റർ സിസ്റ്റം ഒന്നുകൂടി ലേറ്റ് ബാക്ക് ആണല്ലോ, നമ്മളിങ്ങനെ പതുക്കെ ആയി. 4 quarters ആയിരിക്കും ഉണ്ടാവുക. 4 quarters, സമ്മർ ക്വാർട്ടർ അടക്കം. എന്ന് വെച്ചാൽ സെപ്റ്റംബർ അവസാനത്തിൽ ക്ലാസ് തുടങ്ങിയാൽ 27 തുടങ്ങിയാൽ ഡിസംബർ 10 മുതൽ പരിപാടി തീർന്ന് എല്ലാവരും പോവും. അപ്പോൾ ഒരു 2 മാസം 10 ദിവസമൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ലോങ് താങ്ക്സ് ഗിവിംഗ് വീക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ കോഴ്സുകൾ എടുക്കുന്നു, ടേം പേപ്പറുകൾ എഴുതുന്നു, ലാംഗ്വേജ്. നിങ്ങളുടെ PhD സമയത്ത് തന്നെ കോഴ്സ് വർക്കിന്റെ ഭാഗമായിട്ട് നടന്ന പരിപാടി ആയിരിക്കുമല്ലോ അതൊക്കെ? അതെ. ആദ്യത്തെ 2 വർഷം കോഴ്സ് വർക്ക് ആണല്ലോ. ആ സമയത്ത് തിയറട്ടിക്കൽ ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ ലാംഗ്വേജ് ട്രെയിനിങ്ങും. ഈ ഒരു ക്വാർട്ടർ സിസ്റ്റം തന്നെ ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. എന്നാലും JNU CHSലെ ട്യൂട്ടോറിയൽ സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് ട്യൂട്ടോറിയൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പറയല്. ആ സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സർവൈവ് ചെയ്യാൻ പറ്റി. എന്നാലും ഭയങ്കര ഹെക്റ്റിക് ആണ് ആ സംഭവം. നിങ്ങൾ ശരിക്കും പോയത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പെടുന്ന JNU ഐവി ലീഗ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോയിട്ടുള്ളത്. ഐവി ലീഗ് അല്ല, ഐവി ലീഗ് പ്ലസിൽ വരുന്നതാണ് ഷിക്കാഗോ. ഓക്കെ, ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഈ യൂണിവേഴ്സിറ്റി സിസ്റ്റവും അവിടുത്തെ യൂണിവേഴ്സിറ്റി സിസ്റ്റവും തമ്മിലുള്ള ഒരു എക്സ്പീരിയൻസ്? വലിയൊരു വ്യത്യാസം, കോൺസെപ്റ്റുവൽ വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ, ഒന്ന് പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്, ഒന്ന് നമ്മൾ കാണുന്ന US ഒട്ടുമിക്ക നല്ല യൂണിവേഴ്സിറ്റികളൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഒരു അശോകൊക്കെ പോയ ആളാണെങ്കിൽ ഇപ്പോൾ കുറച്ചു കാലങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ട് തന്നെ അതിന്റെ ഒരു മോഡൽ ആണ് അവിടെ ഉള്ളത്. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ ലാംഗ്വേജ്, അതിന്റെ ഒരു കെട്ടുപാടില്ല. അതെ, അത് വലിയ വ്യത്യാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്ന സമയം വരെ അവിടെ സ്റ്റുഡൻസ് യൂണിയൻ ഇല്ല. പിന്നെ ഈ അടുത്താണ് പ്രൊട്ടസ്റ്റ് ഒക്കെ ചെയ്ത് സ്റ്റുഡന്റ് യൂണിയൻ ഒക്കെ ഉണ്ടായതൊക്കെ. മൊത്തത്തില് അപ്പൊ ഒരു പുതിയ ക്യാമ്പസ് ആയിരുന്നു. അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റ് സിസ്റ്റം ഇപ്പൊ JNU എന്നുള്ളത് തന്നെ ആ ഒരു സിസ്റ്റം തന്നെ വളരെ വ്യത്യാസമുണ്ട്. പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ അധികം പേപ്പർ വർക്ക് ആവും, ഡെമോൺസ്ട്രേഷൻസ് കുറവാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റുഡന്റ് യൂണിയൻ പരിപാടികളും ആക്ടിവിസ്റ്റ് ഒക്കെ ഇറ്റ്സ് വെരി ഡിഫറെന്റ്. പിന്നെ ലൈബ്രറി ഭയങ്കര സംഭവമായിട്ടുള്ളൊരു, കാരണം JNUവിലെ ലൈബ്രറി നമ്മൾ റീഡിംഗ് റൂം എന്നുള്ള ഉപയോഗത്തിൽ ഉപയോഗിക്കുമെങ്കിലും പുസ്തകം എത്രത്തോളം നമ്മൾ JNU ലൈബ്രറി അപ്ഡേറ്റഡ് ആവുന്നില്ല. ഇല്ല, കാരണം കുറെ പഴയ പുസ്തകങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളൊക്കെ ചിലപ്പോൾ മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തരിക അങ്ങനെയൊക്കെ ഉണ്ടാവാറ്. ഷിക്കാഗോ ലൈബ്രറി എന്ന് പറഞ്ഞാൽ മലയാളം മാത്രം 16,000-ഓളം പുസ്തകങ്ങളുടെ അത്ര വലിയ കളക്ഷൻ. മലയാളമാണ് അവിടുത്തെ ഏറ്റവും ചെറിയ കളക്ഷൻ. ഇതില് എസാന് ചില സമയത്ത് പോസ്റ്റ് ചെയ്യുന്ന കാണാം, കേരളത്തിലെ ചില പുസ്തകങ്ങൾ US ലൈബ്രറികളിൽ അതല്ലെങ്കിൽ യൂറോപ്പിലെ ചില ലൈബ്രറികളിൽ നിന്നുള്ളതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. അതെങ്ങനെയായിരിക്കും അവർ ഇവിടുത്തെ ചന്തപ്പടി ബുക്ക് സ്റ്റാളിന്റെ ബുക്സൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് വെക്കുന്നതിന്റെ ഒരു പർപ്പസ് എന്തായിരിക്കും? ഒന്ന്, അവര് നോളജിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വിധം, പ്രത്യേകിച്ച് പുസ്തകം. കാരണം ഇൻഫർമേഷനും നോളജും ആണ് പുതിയ വേൾഡിലെ ഏറ്റവും വലിയ ടൂളോ അല്ലെങ്കിൽ വലിയൊരു വെപ്പൺ എന്ന് പറയുന്നത്. അപ്പൊ അത് അവർ മുന്നേ കണ്ടുകൊണ്ട് ആവണം. എത്രത്തോളം എന്ന് വെച്ചാൽ പക്ഷെ അവനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയം. ഇപ്പോൾ നെഹ്റുവിന്റെ സമയത്ത് ഒരു ഭക്ഷ്യ ദൗർലഭ്യത ഉണ്ടായിരുന്ന സമയത്ത് ബുക്ക് ഫോർ ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം അമേരിക്കൻ അവര് ഒരു സമയത്ത് നമ്മൾ ഉപ്പാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, ഇവിടെ അമേരിക്കൻ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള വീറ്റും ചില പൊടികളൊക്കെ സ്കൂളുകൾ കൊടുത്തിരുന്നു എന്നുള്ളത്. അതിന് പകരമായിട്ട് അവർ ഡിമാൻഡ് ചെയ്തിരുന്നത് ഇവിടുത്തെ ആർക്കൈവ്സുകളിലും ലൈബ്രറീസുകളിലുള്ള പുസ്തകത്തിന്റെ ഒക്കെ എത്രയോ കോപ്പികളാണ്. എന്നിട്ട് ലൈബ്രറി കോൺഗ്രസ്
പല യൂണിവേഴ്സിറ്റി ലൈബ്രറികൾക്ക് വിതരണം ചെയ്തു. അതിൽ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ റെഗൻസ്റ്റൈനാണ്. അത് വലിയ ലൈബ്രറിയാണ്. ഇപ്പോഴും ഓരോ പുസ്തകം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് ബുക്ക് ഫോർ ഫുഡോ അല്ലെങ്കിൽ ഫുഡ് ഫോർ ഗ്രെയിൻ അല്ലെങ്കിൽ ബുക്ക് ഫോർ ഗ്രെയിനോ അങ്ങനെ എന്തോ ആ പ്രോഗ്രാമിന് വേണ്ടി ചെയ്തതാണ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പം നമ്മൾ മലബാറിനെ കുറിച്ച് പഠിച്ച ഒരാൾ എന്നുള്ള നിലക്ക് മലബാറിനെ കുറിച്ചുള്ള ഇത്രയും ബുക്സിന്റെ കളക്ഷൻസ് ഉള്ളതിനേക്കാളും കൂടുതൽ പുറത്തുണ്ട് എന്ന് പറയാൻ പറ്റൂലേ? ഐ മീൻ ഉള്ളതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഉള്ളതിൻ്റെ അത്രയും ഉണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോഴും യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലെ റെഗൻസ്റ്റൈൻ ലൈബ്രറിയിലേക്ക് മാത്രം മാസത്തിൽ 20ഓളം ബോക്സുകൾ പുസ്തകം എല്ലാ മാസവും കൃത്യമായിട്ട് ഇവിടുത്തെ സൗത്ത് ഏഷ്യയിലെ സപ്ലയേഴ്സ് സൗത്ത് ഏഷ്യയിലെ പല രാജ്യങ്ങളിൽ നിന്നും 20ഓളം അല്ലെങ്കിൽ 20ൽ പരം പുസ്തകങ്ങളുടെ പെട്ടി എല്ലാ മാസവും ഇപ്പോഴും ലൈബ്രറിയിലേക്ക് വരുന്നുണ്ട്. അത്രയും അപ്ഡേറ്റഡ് ആണ്. ഐ മീൻ കാറ്റലോഗിങ്ങിൽ ചെറിയ ബാക്ക്ലോഗൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കോവിഡിന്റെ സമയത്ത് ഇപ്പോഴും അപ്ഡേറ്റഡ് ആണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു അറിയപ്പെട്ട മൈനോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ അവരുടെ ആർക്കൈവ്സ് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ പ്രസിന്റെ ഏറ്റവും മുകളിലാണ്. അപ്പൊ അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറയാണ് യെയിൽ യൂണിവേഴ്സിറ്റി അവർക്ക് ഫണ്ട് ചെയ്യാൻ പോവാണ്. ഇതിനെ ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെ അവർ സ്പെൻഡ് ചെയ്യുന്ന എത്രയാണ്? 1 crore rupees മാത്രമേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് എന്താ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത്? ഇവര് സിമ്പിളായിട്ട് ഇവർ വളരെ നിഷ്കളങ്കമായിട്ട് പറയാം ഇതിന്റെ ഒരു കോപ്പി US പോവും, ബാക്കി ഞങ്ങൾക്ക് അതിന്റെ ഒരു കോപ്പി കിട്ടുകയും ചെയ്യും. പക്ഷെ ഈ 1 കോടിക്ക് കാത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ് കോടിക്കണക്കിന് രൂപക്ക് വീട് വെച്ചു കൊടുക്കുന്നത് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ആർക്കൈവ്സിനും ബുക്സിനും എത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, എത്ര കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള അതെല്ലാം നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതൊരു ഭയങ്കര വിഷയം തന്നെയാണ്. പിന്നെ ഫണ്ടഡ് ആയിട്ടുള്ള പ്രൊജക്ടുകളും ഡീറ്റൈസേഷനൊക്കെ പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട്, പല സംഘടനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ മലബാറിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ പറപ്പൂർ സബീലുദായ കോളേജിൽ അവരൊരു ഡിജിറ്റൈസിങ് പ്രൊജക്ട്, അതിലേക്കൊരു സെൻസിറ്റൈസേഷൻ പോയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാവും. അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നതൊക്കെ അധികം പുറത്ത് പോയി ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് വരുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്ത ആളുകളൊക്കെയാണ്. കാരണം ഇതിന് വലിയൊരു സ്കോപ്പ് ഉണ്ട് കൊമേഴ്ഷ്യലി. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഒരു സോഷ്യൽ വർക്കായിട്ടും അതോടൊപ്പം തന്നെ നോളജിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രൂപത്തിൽ ഇതിനൊക്കെ, അതുപോലെ തന്നെ സ്കോളേഴ്സിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാനും കൂടി. ഇതിനോടൊപ്പം ചോദിക്കുന്നത്, നമ്മൾ നാട്ടിലേക്ക് പുറമെന്നുള്ള കുറേ സ്കോളേഴ്സ് വന്ന് കേരളത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അവരിവിടെ താമസിക്കുന്നുണ്ട്, വർഷങ്ങളോളം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഫണ്ട് ചെയ്യാൻ അവിടെ ഏജൻസികളുണ്ട്. അവർക്ക് എന്താണ് അതിന്റെ പിന്നിൽ ഒരു മോട്ടീവ് ഉണ്ടാവുക? മോട്ടീവ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി ആവും, പല തരത്തിലുള്ള മോട്ടീവുകളാവും ഇപ്പോൾ ഓരോരുത്തർക്കും. ഇപ്പോൾ നമ്മളൊക്കെ ഞങ്ങളൊക്കെ തമാശ പറയുന്നുണ്ട്, ഇപ്പോൾ അവിടെ പോയതിനു ശേഷമാണ് നമുക്ക് വൈറ്റ്സിനൊക്കെ കണ്ടായിരുന്നു ഇത് ഏതെങ്കിലും സ്കോളേഴ്സ് ആണെന്നൊക്കെ തോന്നി. പണ്ട് നമുക്ക് വൈറ്റ്സിനെ റോട്ടിൽ കണ്ടായിരുന്നു ടൂറിസ്റ്റുകളാണ്, എല്ലാവരും നമുക്ക് ടൂറിസ്റ്റുകളാണ്. പക്ഷെ അതില് കേരളത്തിനെ പറ്റി പുസ്തകം എഴുതിയ സെബാസ്റ്റ്യൻ പ്രാങ്കയും നൈൽ ഗ്രീനും എല്ലാവരും ഉണ്ടായിരിക്കാം. നമുക്ക് അവരൊന്നും അറിയില്ല. നമുക്ക് എല്ലാവരും ടൂറിസ്റ്റ്. എറണാകുളത്തൊക്കെ പോയാലും എല്ലാവരും ടൂറിസ്റ്റാണ്. പക്ഷെ എത്രയോ സ്കോളേഴ്സ് അവിടെ എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇവർക്കൊക്കെ ഇപ്പോൾ മോട്ടീവ് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് ഇവരെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇവർ വരുന്നതാണ്. ഇവർക്ക് യൂണിവേഴ്സിറ്റി നന്നായിട്ട് ഫണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് റിസർച്ച് അസോസിയേഷൻസും കൗൺസിലുകളും ഉണ്ട് വെസ്റ്റില്, യൂറോപ്പിലാണെങ്കിലും പിന്നെ നോർത്ത് അമേരിക്കയിലാണെങ്കിലും. അപ്പോൾ ഇവർക്കൊക്കെ ഇൻഡിപെൻഡൻറ്റ് സ്കോളേഴ്സിനെ വരെ ഇവർക്ക് നന്നായിട്ട് ഫണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ട്രാവൽ ചെയ്ത്, ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ് റിസർച്ച് എന്നുള്ളതിന്റെ ട്രാവൽ കോൺസെപ്റ്റ് കുറവാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ PhD ചെയ്യുന്ന എത്ര ആളുകൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ കോൺഫറൻസിന് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ടഡ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും സ്വന്തം റിസർച്ചിന് വേണ്ടി ട്രാവൽ ചെയ്യുന്ന ആളുകൾ കുറവാണ്. കാരണം ഫണ്ട് വളരെ കുറവാണ്. ഇന്ത്യന്റെ അകത്തൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും പുറത്ത് ട്രാവൽ ചെയ്യുന്നത് കുറവാണ്, വളരെ കുറവാണ്. ലൈക്ക് ഫണ്ട് ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരാൾ റിസർച്ചിന് പോകുന്ന സമയത്ത് അവർ നോക്കുക, എനിക്ക് ഏറ്റവും എളുപ്പം എൻ്റെ നാട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുക. ആ ഒരു ട്രെൻഡാണ് ശരിക്കും കേരളത്തിൽ. ഞാനിപ്പോൾ ഇങ്ങനെ കൗതുകമായിട്ട് അനിയൻ്റെ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അനിയനോട് സംസാരിക്കുന്നു. ഞാൻ ജൂൺ മുതൽ 15 രാജ്യം കണ്ട് വിസിറ്റ് ചെയ്തു. ഈ ജൂൺ മുതൽ മാത്രം ഞാൻ റിസർച്ചിന് വേണ്ടിയിട്ട് ഫീൽഡ് വർക്ക് കയറാം അതുപോലെ 25 ഫ്ലൈറ്റ് എങ്ങാണ്ട് ഞാൻ കയറി. ഞങ്ങൾ വെറുതെ ഇരുന്ന് എണ്ണിയപ്പോൾ അപ്പോൾ ഇത്രയൊന്നും ഒരാൾക്കും ചെയ്യാൻ കഴിയൂല. കാരണം ഫണ്ടില്ല, കാരണം പൈസ വേണ്ടതൊക്കെ ചെയ്യാനെങ്കിൽ. എനിക്ക് തോന്നുന്നു ട്രാവൽ ചെയ്യാനും ആളുകളിലേക്ക് പോകാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഏറ്റവും പറ്റിയൊരു ജോലി തന്നെയാണ് റിസർച്ചർ എന്ന് പറയുന്നത്, അക്കാഡമീഷ്യൻ എന്ന് പറയുന്നത്. മൊത്തത്തില് ലൈഫിനെ ഭയങ്കര ചില്ലായിട്ട് ഫണ്ണായിട്ട് പാഷനേറ്റ് ആയിട്ടൊക്കെ കാണുന്നവർക്ക് പറ്റിയ പണിയാണ് അക്കാഡമിക്സ്. കാരണം പിന്നെ ജൂണോ അല്ലെങ്കിൽ മെയ് ഒക്കെ തുടങ്ങും സമ്മർ വെക്കേഷൻ. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ
സെപ്റ്റംബർ അവസാനത്തിലാണ് തുടങ്ങുന്നത്. പിന്നെ 2 മാസം ഓട്ടം ക്വാർട്ടറും വിൻ്റർ ക്വാർട്ടറും കഴിഞ്ഞ് സ്പ്രിങ് കഴിഞ്ഞാൽ പിന്നെയും ഇതാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അതിന് ടീച്ച് ചെയ്യുന്ന സമയം കുറവാകും. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു പ്രൊഫഷനാണ്. ഐ മീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മളെ നാട്ടിലെ ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അവരവരെ ജീവിതം നശിപ്പിക്കുകയാണ്. അല്ലെ നിങ്ങൾക്ക് ഒരു ജോലി ഇല്ലാതെ എത്ര കാലം നിങ്ങൾ പഠിക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ല. അത് ഈസ് ആൻഡ് ലൈഫ് എന്ന് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ശരിക്കും? റിസർച്ച് എന്നോട് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ 7 കൊല്ലാണ് PhD എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതമാണ്. 5 കൊല്ലം കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുന്നല്ലേ, പിന്നെ എന്തിനെത്ര സമയം? അപ്പം ഞാൻ പറയും എന്താ ജോലി കിട്ടാന്നും കൂടി. അതെ. അപ്പം ഞാൻ പറയും എനിക്ക് 7 കൊല്ലം ഫണ്ടിങ് ഉണ്ട്, വേണമെങ്കിൽ 9 കൊല്ലം എനിക്ക് യൂണിവേഴ്സിറ്റി ഫണ്ട് ചെയ്യും, എനിക്ക് അത്യാവശ്യം സാലറി പോലെ ഉണ്ട്, പിന്നെ എന്തിനാ അത് പെട്ടെന്ന് തീർക്കണ്ടേ? എനിക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് തീർത്താൽ പോരെ. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജോബും ഇതൊക്കെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലേ, പിന്നെ ഇങ്ങനെ ചെയ്തുകൂടെ? അപ്പോഴാണോ അവർക്ക് ഓക്കെ എനിക്ക് അത്യാവശ്യം സാലറി കിട്ടുന്നുണ്ടല്ലേ? PhDക്ക് കയറുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഭാഷയിൽ ശരിക്കും നമ്മൾ അതൊരു ജോലിക്ക് കയറുക എന്നുള്ള നിലക്ക് ആക്കേണ്ടി വരും. അതിൽ നല്ല സാലറിയും പിന്നെ കംഫർട്ടും ഫാമിലിയാണ്, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, ആ തരത്തില് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് തന്നെയാണ്. കാരണം ഒരു ജോലി ഇപ്പൊ യൂസിലൊക്കെ ഗ്രാജുവേറ്റ് വർക്കർ എന്നാണ് നമ്മളൊക്കെ ക്ലെയിം ചെയ്യുന്നത്. നമ്മളൊക്കെ എപ്പോഴും സംസാരിക്കുന്നത് നമ്മൾ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് അല്ല, ഗ്രാജുവേറ്റ് വർക്കർ ആണ് എന്നുള്ള രൂപത്തിലാണ്. നമ്മുടെ പോഡ്കാസ്റ്റ് ഇപ്പോൾ ഒരുപാട് പാരൻസും സ്റ്റുഡൻസും ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് ഒരു ഇന്ത്യയിലെ വിദ്യാർത്ഥിയും നിങ്ങളൊരു അമേരിക്കയിലൊരു വിദ്യാർത്ഥിയും തമ്മിലുള്ള വ്യത്യാസം എന്താ ശരിക്കും? നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. ഇപ്പോൾ ഞാനിവിടെ വരുന്ന സമയത്തൊക്കെ ഞാൻ അണ്ടർ ഗ്രാഡ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോടൊക്കെ സംസാരിക്കാനും, ഇപ്പോൾ എൻ്റെ തന്നെ ഫാമിലിയിലുള്ളതോ പിന്നെ പരിസരത്തുള്ളതോ അല്ലെങ്കിൽ എനിക്കറിയുന്നതോ ഫ്രണ്ട്സിൻ്റെ സുഹൃത്തുക്കൾ അനിയന്മാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ. പക്ഷേ ഇവിടെ അണ്ടർ ഗ്രാഡ് സ്റ്റുഡൻറ്റിൻ്റെ ഒരു നോളജ് ലെവൽ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു +2 ക്ലാസ് വരെയൊക്കെ നല്ല എഡ്യൂക്കേഷൻ, നല്ലൊരു സിസ്റ്റം ഒക്കെ ഇവിടെ ഉണ്ടാവാം. പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ പറ്റ അവതാളത്തിലാണ്. അപ്പോൾ ഒരു അണ്ടർ ഗ്രാഡ് സ്റ്റുഡൻറ്റിനോട് സംസാരിച്ചാൽ ഒരു 10ാം ക്ലാസ്സിന് മുന്നോട്ടൊന്നും ആരും ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ള രൂപത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഇത് ജനറലൈസ് ചെയ്യല്ല, ഓഫ് കോഴ്സ് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നല്ല രൂപത്തിൽ. പക്ഷേ ഞാൻ ഇപ്പോൾ ഷിക്കാഗോയിൽ ഒരുപാട് കോഴ്സുകൾ TA-ഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ തമിഴ് ലാംഗ്വേജ് പഠിപ്പിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇൻസ്ട്രക്ടറായിട്ട് തന്നെ. അണ്ടർ ഗ്രാഡ്സിൽ അവർ ചിന്തിക്കുന്നതും അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ, ഓഫ് കോഴ്സ് ഞാൻ പറയുന്നത് ഷിക്കാഗോ പോലത്തെ ഒരു എലൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, എങ്കിലും അവിടുത്തെ ഒരു അണ്ടർ ഗ്രാഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു സ്കൂളിംഗ് സിസ്റ്റത്തിൻ്റെയും ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയും ഒരുപാട് കാലത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു ഫ്രൂട്ട് പിന്നെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ അണ്ടർ ഗ്രാഡ്സ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും അവർ നമ്മളോട് പിന്നെ ക്ലാസ്സിൽ ഉണ്ടാകുന്ന കോൺവെർസേഷൻസൊക്കെ നമ്മൾ തന്നെ ചില സമയത്തൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് ഞാനെപ്പോഴും ചിന്തിക്കുന്നത്, ആ തരത്തിലേക്ക് ഒരു ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അണ്ടർ ഗ്രാഡ്സിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ ബാക്കിയുള്ള മേഖലയൊക്കെ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് സ്കൂൾ തലത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ സ്കൂൾ തലത്തിൽ സംസാരിക്കുമ്പോൾ ഇപ്പോൾ വെസ്റ്റിലെ കുട്ടികളാണെങ്കിലും ഇവിടുത്തെ കുട്ടികളും, വെസ്റ്റിലെ കുട്ടികൾ എന്നാൽ ഇവിടെ IB സിലബസ് പഠിക്കുന്ന കുട്ടികളും നമ്മുടെ നാട്ടിലെ സാധാരണ സിലബസ് പഠിക്കുന്ന കുട്ടികളും, ഇവർ രണ്ടുപേരും 2 ഓറിയന്റേഷനിലാണ്. ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടി റിസർച്ച് ചെയ്ത് തുടങ്ങുന്നു, 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ ആകുമ്പോഴേക്കും ഒരു പബ്ലിക്കേഷൻ വരുന്നു, അപ്പോഴേക്കും ഒരു ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കുന്നു, എന്തായാലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു. ഈ കാര്യമൊന്നും നമ്മുടെ നാട്ടിലൊരു സ്കൂൾ ലെവലിൽ കുട്ടികൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത് അതനുസരിച്ച് വെസ്റ്റിൽ ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് കണ്ടിരിക്കുന്ന ആളുകൾ 10ഉം 12ഉം ആകുമ്പോഴേക്ക് ചെയ്ത് തീർക്കാം. അതിലൊരു രസമുള്ള കാര്യം പറയണോ, കോളേജുകളെ കാര്യം പറഞ്ഞല്ലോ കേരളത്തിലെ. ഇവിടുത്തെ ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഒരു വലിയ സ്കൂളാണ് നമ്മുടെ നാട്ടിലെ കോളേജൊക്കെ. രാവിലെ 9:30 ബെല്ലടിക്കും, പ്രയർ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഓരോ ബ്രേക്കുകൾ ഉണ്ടാവും, ഉച്ചക്കൊരു ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും, ഒരു 3:30 ആകുമ്പോൾ ജനഗണമന ചെല്ലുന്നുണ്ടോയെന്ന് അറിയില്ല, ബെല്ലടിച്ച് പിരിയുകയും ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളൊക്കെ ലൈക്ക് നിങ്ങൾ ക്ലാസ് റൂമിനകത്ത് ഇങ്ങനെ അറസ്റ്റ് ചെയ്തിരിക്കുക കുട്ടികളൊക്കെ. ഒരു ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞ ഫീലിങ്ങോ ലൈഫോ ഒന്നും ഇല്ല കുട്ടികളെ. ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു അച്ചടക്കത്തിന് പ്രശ്നം ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ നേരം വൈകി വന്നു വിചാരിക്കാം, നിങ്ങളെ പുറത്തിരുത്തും. ഇനി പിന്നെ നേരം വൈകി വരുവാണെങ്കിൽ പ്രിൻസിപ്പൾ വന്നിട്ട് ചൂടാവും,
ഇനി കുട്ടി എന്തെങ്കിലും ഒരു പ്രശ്നം ചെയ്യുകയാണെങ്കിൽ രക്ഷിതാവിനെ വിളിച്ചു കൊണ്ടുവരണം. ഈ ഒരു രീതിയാണ് ശരിക്കും നമ്മളെ നാട്ടില് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ക് കേരളത്തിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും, US-ലേക്കൊരു അണ്ടർ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ റിസർച്ചിനോ പോവാൻ താല്പര്യമുള്ള ഒരു കുട്ടി എന്തൊക്കെയാണ് ശരിക്കും ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ സാധാരണ US-ലെ PhD-ക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടുന്ന് അണ്ടർഗ്രാഡ് ചെയ്ത ശരിക്കും അണ്ടർഗ്രാഡ് മതി ക്വാളിഫിക്കേഷൻ ആയിട്ട്, മാസ്റ്റേഴ്സ് പോലും വേണ്ട. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള അണ്ടർഗ്രാഡ് PG ചെയ്യേണ്ടതില്ല. ഇല്ല ടെക്നിക്കലി. കാരണം പിന്നെ PhD-യിലെ ഗ്രാജുവേറ്റ് സ്കൂൾ ആദ്യത്തെ 2 വർഷം മാസ്റ്റേഴ്സ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് അവർ അണ്ടർഗ്രാഡ് സ്റ്റുഡൻസിന് എടുക്കാറില്ല. കാരണം ഇവിടുത്തെ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ട്, ക്വാളിറ്റി ഇഷ്യൂ. അതെ. അപ്പോൾ ഒന്നെങ്കിൽ ഇപ്പോൾ അണ്ടർഗ്രാഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നല്ല സ്കൂളിംഗ് സിസ്റ്റത്തിൽ പോയിട്ട് സ്കൂൾ ചെയ്യുക. അതുപോലെ തന്നെ അവർ അണ്ടർഗ്രാഡ് സ്റ്റുഡൻസിന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അണ്ടർഗ്രാഡ് പിന്നെ എൻട്രി എന്ന് പറയുന്നത് അവിടെ പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഉണ്ടാവുക. ഇപ്പോൾ എസ്സേകളാണ് ഉണ്ടാവുക, ഒരുപാട് എസ്സേകൾ. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക. ഒരിക്കലും നമ്മുടെ CUCT ഒക്കെ പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളല്ല, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, എസ്സേ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അളക്കാൻ പറ്റുന്നുണ്ടാവും. അത് തന്നെ അത് ബേസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കുട്ടികൾക്ക് അവർ സ്കോളർഷിപ്പുകളും കാര്യങ്ങളൊക്കെ എലീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ സ്കോളർഷിപ്പുകളൊക്കെ തുടക്കും. അപ്പോൾ നന്നായിട്ട് എഴുതാനും വായിക്കാനും പറ്റുന്ന ഒരു ചിന്തിക്കാനും പറ്റുന്ന ആളുകളെ എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരുപാട് ഫാക്റ്റുകളോ ഒരുപാട് നോളജിൻ്റെ ഒരു പിന്നെ ഭണ്ഡാരമായിട്ട് വരുന്ന ആൾക്കാരെ എടുക്കാമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ റിസാലയ്ക്ക് കൊടുത്ത ടോക്കിലും ഇൻ്റർവ്യൂവിൽ പിന്നെ ഹമീദ് ഇതുപോലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതായത് 12 വർഷം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വലിയൊരു കാലം നമ്മൾ സ്കൂളിങ്ങിൽ നമ്മുടെ ടീച്ചേഴ്സിനും അല്ലെങ്കിൽ നമ്മളെ സ്കൂളുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആസ് എ പിന്നെ LKG-ലൊന്നും ചേർക്കുമ്പോൾ നമ്മൾ സ്വയം തീരുമാനം ഒന്നുമല്ലല്ലോ. 12ഉം LKG-യും UKG-യും കൂട്ടാണ് 14 വർഷം. 14 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു സമയമാണ്. ഏറ്റവും രസകരമായിട്ടുള്ള സമയം എന്ന് വെച്ചാൽ ആ 14 വർഷത്തിലെ അത്രയും 14 വർഷത്തെ ഓരോ ദിവസത്തിൽ സ്കൂളിൽ പോകുന്ന ഓരോ ദിവസങ്ങളിലും 3-4 ക്ലാസ്സുകൾ ലാംഗ്വേജിനാണ്. ഹിന്ദിയോ മലയാളമോ ഇംഗ്ലീഷോ അറബിയൊക്കെ ഓരോ ദിവസം. എത്രത്തോളം ടൈമാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത് മനസ്സിലാവും. പക്ഷേ 12ാം ക്ലാസ് കഴിഞ്ഞ് എത്ര കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ വായിക്കാനും എഴുതാനും അറബിയിലോ ഉറുദുവിലോ മലയാളത്തിലോ സ്വന്തം മാതൃഭാഷയായ മലയാളത്തിൽ ഹിന്ദിയിലൊക്കെ അറിയുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമയം നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക ഈ ലാംഗ്വേജ് ലേണിങ്ങിനാണ്. അതില്ലാത്തത് കൊണ്ടാണ് ഡിഗ്രി വരുന്ന ഒരു കുട്ടിയും ഒരു പുസ്തകം വായിക്കാനോ ഒരു പുസ്തകത്തിലേക്കുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാകാത്തത്. അപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു സമയത്ത് പ്രോപ്പറായിട്ട് ലാംഗ്വേജ് ട്രെയിനിങ് 3-4 ഭാഷയുള്ള ലാംഗ്വേജ് ട്രെയിനിങ് ശരിക്കും കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് എഴുതാനും വായിക്കാനും വായനയിൽ ഇൻട്രസ്റ്റ് ഉള്ളതും റിസേർച്ച് മെൻറ്റാലിറ്റി ഉള്ളതും അത് ഏത് വിഷയം ആയിക്കോട്ടെ അത്ര ആക്സസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഇവിടുത്തെ പെഡഗോജിക്കൽ സിസ്റ്റത്തിൽ തന്നെ നല്ലൊരു മാറ്റം കൊണ്ടുവന്നാൽ നല്ല സിസ്റ്റം, നല്ല വിദ്യാഭ്യാസം, നല്ല സിലബസ് ഒക്കെ ഉണ്ട്. എങ്കിലും പെഡഗോജിയിൽ എന്തോ വലിയൊരു മാറ്റം വരുത്തേണ്ടത് അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ലോകത്തെ ഏത് പിന്നെ സ്റ്റാൻഡേർഡിലേക്കും കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അണ്ടർ ഗ്രാഡ്സിനെയും റിസർച്ച് മെൻറ്റാലിറ്റി ഉള്ള ഹയർ എഡ്യൂക്കേഷനിലേക്കുള്ള കുട്ടികളെ നമുക്ക് ശരിക്കും ഇവിടെ തന്നെ കൊടുക്കാൻ പറ്റും. ഈ ലാംഗ്വേജിൻ്റെ പറഞ്ഞപ്പോൾ ശരിക്കും ലാംഗ്വേജിൻ്റെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ടെക്നോളജിയോ ഒക്കെ വന്നാൽ നിങ്ങൾ പല സാധനത്തിനും എടുത്തു കളയാൻ പറ്റും. അതെ, ഹ്യൂമാനിറ്റീസ് തന്നെ തകർച്ചയിലാണ്. എല്ലാ സാധനത്തിനെയും ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് അല്ല 70% ഓഫ് ജോബ് കൊണ്ടുപോകുന്നതാണ് ലാംഗ്വേജ് വേൾഡ് എക്കണോമിക് ഫോറം പറയുന്നത്. പക്ഷെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്ത് ടെക്നോളജി വന്നാലും എന്ത് AI വന്നാലും പോയില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ എൻ്റെ ഒരു JNU പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ പറയാറുണ്ടായിരുന്നു, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചറോട് ഇപ്പം എനിക്ക് ഏറ്റവും വലിയ ദേഷ്യം എന്താണെന്ന് വെച്ചാൽ അവർ പഠിപ്പിച്ച് വന്ന ഇംഗ്ലീഷിൻ്റെ മനസ്സിന്ന് പോകുന്നില്ല എന്നല്ല, ഞാനത് എങ്ങനെയെങ്കിലും ഒന്ന് മറന്നു കളയാതെ. നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനും ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിനും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ്, ഐ മീൻ ഒന്ന് ഇപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രത്യേകിച്ച് ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ അത് സംഭവമായി വരുന്നത് 2000-ൻ്റെ ഒക്കെ ശേഷമാവാം. ഇപ്പോൾ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ കൺസ്യൂമറാണ്. 2000-ലൊക്കെയാണ് മുസ്ലിം മാനേജ്മെൻറ്റ് എനിക്ക് തോന്നുന്നൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ തുടങ്ങുന്നത് 1990s-ൻ്റെ അവസാനത്തിലൊക്കെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ സുന്നി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് അത്രയും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. അപ്പോൾ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ആളുകളെ അവർ പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടാവുക. പക്ഷേ
അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള പിന്നെ ഉള്ളൊരു സമയത്താണ് എങ്കിലും നമ്മളൊക്കെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. എന്നാലും അതിൻ്റെ ഒരു അൺലേണിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലേറ്റ് സമയത്ത് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ പഠിച്ച പ്രൊണൗൺസിയേഷനൊക്കെ വളരെ തെറ്റാവും, നമ്മൾ പഠിച്ച രൂപത്തിലാവില്ല അത് പ്രൊണൗൺസ് ചെയ്യേണ്ടത്. ബേസിക് പ്രൊണൗൺസിയേഷൻ മുതൽ ഇറ്റ്സ് ലോങ് ലിസ്റ്റ് ഓഫ് പിന്നെ തെറ്റുകൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അത് വലിയൊരു കൺസേൺ ആണ് ശരിക്കും ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നല്ല എല്ലാ ലാംഗ്വേജും. ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലാതെ വേറെ ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിനെ ഇപ്പൊ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ ട്രെൻഡിന് എന്തെന്നായിരിക്കും നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുക? ഐ മീൻ ഫോറിൻ ലാംഗ്വേജ് എന്നുള്ള രൂപത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ ട്രഡീഷണലി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും പഠിപ്പിക്കാത്തതാണ് സ്കൂളിൽ അറബി. അത് നമുക്കൊരു ഫോറിൻ ലാംഗ്വേജ് ആണ് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പറയുന്ന സ്പാനിഷ്, ഫ്രഞ്ച് എന്നൊക്കെ ഒരു ട്രെൻഡ് അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പം ഏതൊക്കെ പുതിയ ലാംഗ്വേജുകളൊക്കെ ഐ മീൻ എത്ര ലാംഗ്വേജുകൾ പഠിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും ലാംഗ്വേജുകൾ പഠിക്കണം എന്ന് തന്നെയാണ്. പക്ഷെ അതൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നെയിം സേക്ക് പഠിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ സ്പീക്കിങ്ങും ലിസണിങ്ങും പ്രോപ്പർ ആയിട്ട് പഠിച്ചെടുക്കാൻ. അതെ, റൈറ്റിങ്ങും റീഡിങ്ങിൻ്റെ ഒക്കെ 4 സ്കിൽസിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മളൊക്കെ എന്താ വെച്ചാൽ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിൻ്റെ ഒക്കെ പോകും ക്ലാസ്സിൽ. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സിലോ അഡ്വാൻസ് ക്ലാസ്സിലോ അതിന് കൃത്യമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ സ്കൂളുകളിൽ ഇപ്പോൾ നമ്മൾ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ ശരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണെന്ന് പറയുക ടെസ്റ്റ് ചെയ്യാനുള്ളൊരു മാർഗം വളരെ കുറവാണ്. ഏത് ലെവലുകൾ അതിനനുസരിച്ചാവണം സ്കൂൾ ലെവലിലൊക്കെ ശരിക്കും പ്രൊമോഷൻ. ഈ ലാംഗ്വേജ് ശരിക്കും ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ട് തന്നെ ഒരു സ്കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടായി വരണം. ഇപ്പോൾ എങ്ങനെ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള സ്കൂൾ സിസ്റ്റം? ചെറിയ പ്രായം തൊട്ട് തന്നെ പ്രോപ്പറായിട്ട് ലാംഗ്വേജുകൾ പഠിപ്പിക്കുക. ആ ലാംഗ്വേജുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലാംഗ്വേജുകളിൽ ഇപ്പോൾ നമ്മളൊരു ലാംഗ്വേജിൽ ഒരു തിയറിയോ അല്ലെങ്കിൽ ലാംഗ്വേജിന് പല പേഴ്സ്പെക്റ്റീവുകളും പല തരത്തിലുള്ള ഡിഫറെൻറ്റ് ഡോർസ്, റൈറ്റ്? ഗ്രാമർ അതിലൊരു ചെറിയ സാധനം മാത്രം. അതിൽ ലാംഗ്വേജ് തിയറീസ് വരും, അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്സ് വരും. ലാംഗ്വേജിൻ്റെ ഏറ്റവും വലിയതാണ് ലാംഗ്വേജിന്റെ ഹിസ്റ്ററി. അതെന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ ഹിസ്റ്ററിയാണ്. ഇപ്പൊ മലയാളി ഒന്നാണ്. അങ്ങനെ ഒരു ലാംഗ്വേജ് പേഴ്സ്പെക്റ്റീവ് അതിന്റെ ഹിസ്റ്ററി മുതൽ എല്ലാ സംഭവങ്ങളും അതിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ലാംഗ്വേജ് പഠിക്കുന്നതിനോടൊപ്പം ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പല സംഭവങ്ങളും നമുക്ക് ഈവൻ ഒരു 8ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് 21ാം നൂറ്റാണ്ട് വരെയുള്ള ഈവൻ പ്രോസുകൾ വരെ നമുക്ക് അതിലേക്ക് കൊണ്ടുവന്നിട്ട് അതൊരു സിസ്റ്റമാക്കി മാറ്റിയിട്ട് ഇപ്പോൾ ഒരു സംഭവം പഠിക്കുമ്പോൾ നമ്മളിത് വായിക്കുന്നു, അല്ലെ അങ്ങനെ ലിറ്ററേച്ചറിനെ എല്ലാത്തിനും ഉൾപ്പെടുത്തിക്കൊണ്ട സിസ്റ്റം. എന്നിട്ട് അതിൽ ഒരു കുട്ടിയുടെ ലാംഗ്വേജിലുള്ള ഒരു ഡെവലപ്മെന്റ് വെച്ചിട്ട് അതിന് എലമെന്ററിയും നൊവൈസ് ലെവലും എലമെന്ററി ലെവലും ഇന്റർമീഡിയറ്റ് ലെവലും അങ്ങനെ ഒരു പ്രൊമോഷനൊക്കെ കൊടുത്തിട്ടുള്ളതാകുമ്പോൾ നല്ല രൂപത്തിലുള്ള ഇതൊക്കെ ഒരു ന്യൂ മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ ശരിക്കും പറയാനാണ്. അതെ, അത് എവിടെയും മോഡൽ ഉണ്ടായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അതല്ലെങ്കിൽ അത് പാറ്റി തെളിഞ്ഞൊരു സംഭവമായിട്ടൊന്നല്ല. എങ്കിലും ഇപ്പം നമ്മൾ കാരണം 12ാം ക്ലാസ് വരെയൊക്കെ പഠിച്ച ലോകതത്വങ്ങളോ പഠിച്ച സയൻസോ മാത്സോ ഒന്നും പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ട ബേസിക് സംഭവങ്ങളൊക്കെ അപ്പുറത്തേക്ക് അതൊന്നും ഭയങ്കര കാരണം നമുക്ക് ഇപ്പോൾ നമ്മൾ കൊണ്ടെടുക്കുന്ന ഒരുപാട് നോളജ് എന്ന് പറയുന്നത് നമുക്കൊരു തിരിച്ചറിവ് വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത നോളജാണ്, വായിച്ചിട്ടോ പഠിച്ചിട്ടോ ഒക്കെ. അതിന് മുമ്പുള്ളതെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ടുണ്ട് സംഭവം. ഈ നമ്മളിപ്പോൾ പറയലുണ്ട് നിങ്ങൾക്ക് ഇന്നൊരു ടെക്നോളജി ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ കഴിയില്ല. എങ്ങനെ നിങ്ങളിപ്പോൾ പറയാ ഇന്ന് നിങ്ങളൊരു ടെക്നോളജി പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടി സ്കൂളിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങി ജോലി പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് ആ ടെക്നോളജി ഇറലവൻ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ വലിയ സംഭവമായിട്ട് പഠിച്ച കമ്പ്യൂട്ടറിലെ പല ഇക്വേഷൻസും ഇന്ന് വലിയ റെലവൻ്റ് അല്ല. പക്ഷെ നിങ്ങൾക്ക് കുട്ടീനെ പഠിപ്പിക്കാൻ പറ്റുന്ന വലിയൊരു കാര്യം ലാംഗ്വേജ് പഠിപ്പിക്കുക, ഭൂമിയെക്കുറിച്ച്, ഭൂമിയും മനുഷ്യനും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പഠിപ്പിക്കുക. മൂന്നാമത്തെ അന്ന് നിലനിൽക്കുന്ന ടെക്നോളജിക്ക് എന്തായാലും കുട്ടിക്ക് എക്സ്പോഷർ കൊടുക്കണം. കാരണം അതിന്മേൽ കുട്ടി ബിൽഡപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പൊ ലൈക്ക് ലാംഗ്വേജിന്റെ റെലവൻസ് നമുക്കൊരിക്കലും അതിലൂടെ നമുക്കൊരു അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊമോഷൻ 1ാം ക്ലാസ് 2ാം ക്ലാസ് അങ്ങനെയാണെങ്കിൽ സ്വമേധയാ എല്ലാ ഡിസിപ്ലിനിലും റിസർച്ച് മെന്റാലിറ്റി ഉള്ള അതുപോലെ തന്നെ ഒരു ഫൈനൽ ഒരു സംഭവത്തേക്ക് ആളുകളെ പ്രിപ്പയർ ചെയ്യാന്ന് നമുക്കറിയില്ല. എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ ടെക്നോളജി മാറിക്കണം. പക്ഷെ അതൊക്കെ ഏത് കാലത്തും വരുന്ന എന്തും നേരിടാനും അതിൽ നിന്നൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന രൂപത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാന്നില്ല അത് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു. നമ്മളെ നാട്ടില് ഒരു ട്രെൻഡ് എന്താണെന്നറിയോ? നമ്മളെ നാട്ടില്
ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന ആളുകൾ മലയാളം തീരെ പഠിക്കില്ല, ഉം. മാതൃഭാഷ മുഴുവൻ ഒഴിവാക്കും. അതെ മലയാളം പ്രൊനൗൺസ് ചെയ്യുന്ന രീതി തന്നെ അവർ മാറ്റും. അതെ എന്നിട്ട് മലയാളത്തിൽ എന്തെങ്കിലും ഒന്ന് എഴുതുന്നതോ പറയുന്നതോ എന്തോ ഒരു പ്രശ്നമായിട്ട് കാണും. അത് ഭയങ്കര അതെ. ഈ ശരിക്കും ഒരാള് ഏത് രീതിയില ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ഉം. മദർ ടങ് ഇതിനോട് എങ്ങനെ ശരിക്കും അപ്രോച്ച് ചെയ്യണ്ടേ? ഇത് ഭയങ്കര പ്രശ്നമായിട്ടുള്ള സംഭവം. ഇപ്പോൾ നമ്മളൊക്കെ നാട്ടിലെ ഇംഗ്ലീഷ് മീഡിയങ്ങളൊക്കെ എപ്പോഴും പറയാറില്ല, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ ഭയങ്കര പ്രൗഡോടെ പറയാറുണ്ട്. ഇവിടെ ഇംഗ്ലീഷിലല്ലാതെ ഒരു ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളത്തിലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഒരു വാക്കിന് 5 രൂപ വെച്ചിട്ടൊക്കെ ഫൈനാന്നൊക്കെ ഭയങ്കര മണ്ടത്തരല്ലേ അത്. കാരണം അതിലേറെ ഒന്നുകൂടെ സ്റ്റുഡൻസിനെ ഭയങ്കര എന്താണ് റിയൽ വേൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് എക്സസൈസുകളിലൂടെ ലാംഗ്വേജ് യൂസ്. ഇപ്പോൾ നമ്മൾ ലാംഗ്വേജ് ഇൻടേക്ക് ഒരുപാട് നടക്കുന്നുണ്ട്, പക്ഷേ ലാംഗ്വേജ് യൂസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ 14 കൊല്ലം പഠിച്ചിട്ടും അതൊക്കെ നമ്മൾ ആ കഴിവുകളൊക്കെ മുരടിച്ചു പോയത്. കാരണം എന്താ വെച്ചാൽ ലാംഗ്വേജ് യൂസ് നടക്കുന്നില്ല. അപ്പോൾ അതിന് വേറെ തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതൊരിക്കലും ഒരു മാർഗമായിട്ട്. പിന്നെ പറഞ്ഞ പോലെ നല്ല മലയാളം അറിയുന്ന ഒരാൾക്ക് നല്ല ഇംഗ്ലീഷ് അറിയുന്നുണ്ടാവും. അതന്നെ. അതൊരു ലോകതത്വമാണ് അത്. ഒരു ഭാഷ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഷ സ്വമേധയാ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ശരിക്കും അവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു സെറ്റിലേക്ക് ബാക്കിയുള്ളതിന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്ന പ്രശ്നമേ വരുന്നു. അതേ ഉണ്ടാവുള്ളൂ. പിന്നെ ചില മാറ്റങ്ങളൊക്കെ അതിലുണ്ടാവുക. പ്രത്യേകിച്ച് ഇന്ത്യയിൽ വരുന്ന ഇപ്പോൾ വെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ സൗത്ത് ഏഷ്യക്കാരെപ്പോഴും അവർ പറയുന്നതാണ്. ഇപ്പോൾ വെസ്റ്റിൽ ഒരു സ്റ്റുഡൻറ്റ് ടെക്നിക്കലി അവന് വളരുമ്പോൾ ഇംഗ്ലീഷ് മാത്രമേ അവനുള്ളൂ. പിന്നെ അവർ പോയി പഠിക്കുന്നതാണ്, അവരെ ക്യൂരിയോസിറ്റിയിൽ പല ലാംഗ്വേജുകൾ പഠിക്കുന്നതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരുമ്പോൾ തന്നെ നമ്മൾ മൾട്ടി കൾച്ചറിലും മൾട്ടി ലിംഗ്വലായിട്ടുള്ള സൊസൈറ്റിയിലാണ്. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ കേരളത്തിൽ വളരുന്ന ഒരു കുട്ടിക്ക് ഹിന്ദിയോ മലയാളമോ ഇംഗ്ലീഷോ അറിയാതെ വളരാൻ കഴിയില്ല. ഒന്ന് ഗൾഫിൽ പോയ ആളാണ് അറബി അല്ല, പിന്നെ മതപഠനമുള്ള ആളാണെങ്കിൽ അറബിയോ ഉറുദുവോ പിന്നെ സംസ്കൃതമോ അല്ലെങ്കിൽ സുറിയാനിയോ ഒക്കെ പഠിക്കാനുള്ള പലതരത്തിലുള്ള. എനിക്ക് തോന്നുന്നത് നമ്മൾ ശരിക്കും വെസ്റ്റേൺ എഡ്യൂക്കേഷനായിട്ട് കമ്പയർ ചെയ്യുന്നവരോ നമ്മളെ സ്ട്രെങ്ത് ശരിക്കും എന്താ ഒരു അമേരിക്കക്കാരനായിട്ട് കമ്പയർ ചെയ്യുന്നവരോ നമുക്ക് പല ലാംഗ്വേജിലേക്കുള്ള എക്സ്പോഷർ ഇസ്ലാം പറഞ്ഞ പോലെ. എന്തായാലും മലയാളം നമുക്കറിയാം, ഹിന്ദി ഒരു അന്യ സംസ്ഥാന തൊഴിലാളികൾ 12ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷും വേറൊരു എക്സ്ട്രാ ലാംഗ്വേജ് അറബിക് ഓവർ ഇത് അറിയാത്തൊരു മലയാളി ഉണ്ടാവില്ലല്ലോ. ഇതിന്റെ നമ്മളെ സ്ട്രെങ്ത് ശരിക്കും പറയുകയാണെങ്കിൽ അതെ ഭയങ്കര സ്ട്രെങ്ത് ആണ് അത്. നമ്മൾ പിന്നെ അതിനെ വേണ്ട രൂപത്തിലും പറയില്ല, ലാംഗ്വേജ് യൂസ് ഉണ്ടാവുന്നില്ല എന്നുള്ളിടത്തോളം. ഇതിൽ ഇസാൻ നല്ല ഒരു പാട്ട് പാടുന്ന ആളായിട്ടാണ് ഞാൻ ആദ്യം ഇസാനെ കാണുന്നത്. പാട്ടും റിസർച്ചും രണ്ടും കൂടെ ഒപ്പം മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ്. കേരളത്തിലുള്ള അങ്ങനെ തന്നെയല്ലേ, നമ്മളെ നാട്ടിലുള്ള കുറേ ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. ഒരു ഹോബിയും പഠനവും അല്ലെ ഒരു ഹോബിയും കരിയറും ഒപ്പം അങ്ങനെ മുന്നോട്ട് കുറെ ആളുകള് ഇപ്പൊ പലരും പറയുന്നതാണ് ഹോബിയും പാഷനും റിസർച്ചും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഭയങ്കര സംഭവം. പക്ഷെ ഞാൻ ഇപ്പോൾ കേൾക്കാൻ തുടങ്ങിയിട്ട് അത് ആകാതൊക്കെ നല്ലത് എന്നുള്ളത്. കാരണം പിന്നെ നമ്മൾ പാഷൻ നമ്മുടെ വർക്കോ നമ്മുടെ ജോലിയായി മാറിയ പിന്നെ പാഷൻ തന്നെ നശിക്കുന്ന രൂപത്തിലാവും എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ കേട്ട് വരുന്നുണ്ട്. പാഷൻ ഇല്ലാതായി മാറുന്നുള്ള. പക്ഷെ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഇപ്പോൾ പ്രൈമറി റിസർച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ മ്യൂസിക് ബന്ധപ്പെട്ടൊന്നും അല്ല ചെയ്യുന്നത്, എങ്കിലും പാരലലി ഞാനിത് രണ്ടും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എൻ്റെ റിസർച്ചിൽ മ്യൂസിക്കും കടന്നു വരുന്നുണ്ട്, സൗണ്ടൊക്കെ കടന്നു വരാറുണ്ട്. ഈ പാട്ടുകാരനായി എന്നുള്ളത് റിസർച്ചിന് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? ഓഫ് കോഴ്സ് അത് ഉപകാരപ്പെട്ടു, പലതരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. നമ്മളെ പെർഫോമൻസ് അക്കാഡമിക്സ് ആസ് എ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളെ പ്രസൻറ്റേഷൻ സ്കില്ലുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആളുകളായിട്ട് ഇൻട്രാക്ഷൻ, കോൺവെർസേഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അങ്ങനത്തെ ഒരു വേറെ തന്നെ സംഭവങ്ങളുണ്ട്. പക്ഷെ പാട്ട് എന്നുള്ളത് ഒരു പാട്ടുകാരനായതുകൊണ്ട് തന്നെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ടോക്കുകളും മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പറുകളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പുസ്തകങ്ങളും പഠനങ്ങളും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിൽ എൻ്റേതായിട്ടുള്ള തരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് കൊടുക്കാനും. ഇപ്പോൾ നമ്മൾ ട്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഷിക്കാഗോയിൽ. അത് നമ്മൾ കാര്യമായിട്ട് അതിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമീർ ഖുസ്രുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആള് 12ാം നൂറ്റാണ്ടിലൊക്കെ 13ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ആളുടെ ഒരുപാട് ജോൺറകളെ അതിനെ എൻലൈവൻ ചെയ്യാന്നുള്ള രൂപത്തിൽ നമ്മൾ അതിൻ്റെ പെർഫോമൻസ് സംഭവങ്ങളൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതെ ശരിക്ക് 10 crore അല്ലേനോ ഫെലോഷിപ്പ് കിട്ടിയിരുന്നത്? എത്ര? അതെ ഇപ്പോൾ അതിലേറെയൊക്കെ ആയിണ്ടാവും. കാരണം അവിടെ ഓരോ വർഷവും ഇപ്പോൾ ഒരു ഹ്യൂജ് ഹൈക്ക് ഇപ്പോൾ അവിടുത്തെ നമ്മുടെ സ്റ്റൈപ്പൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 8 അതിൻ്റെ അടുത്തൊക്കെ വരുന്ന രൂപത്തിലാവും. ഈ 7 ഇയറിലുള്ള സ്കോളർഷിപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 8 crore സ്കോളർഷിപ്പ് ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലേക്ക് കിട്ടാൻ അതിലൊരു പാട്ടുകാരനായി
അതുപോലെ തന്നെ ഒരു റിസർച്ചുകാരനായി ഈ രണ്ട് സാധനവും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഞാൻ SOP-യിലൊക്കെ ഇത് ഒരുപാട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അതായത് എങ്ങനെയാണ്, കാരണം ഞാൻ കാര്യമായിട്ട് നോക്കുന്നത് മാലകളും മൗലിദുകളും ഒക്കെയാണ് എൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിനെങ്ങനെ പ്രൈമറി മെറ്റീരിയലായി ഉപയോഗിക്കാം, ഇതിനെങ്ങനെ ചരിത്രത്തെ മനസ്സിലാക്കാൻ ഇതിനെങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ. അപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ SOP-യിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെറുപ്പം മുതലേ ഇതൊക്കെ പാടുന്ന ആളാണ്. നമുക്കൊരു ബുർദ ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡൽഹിയിലേക്ക് പോകുന്നു, അവിടുന്ന് കവാലി പഠിക്കുന്നു, നമ്മളൊരു മെഹ്ഫിലെ സമാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവാലി ട്രൂപ്പ് ഉണ്ടാക്കുന്നു. പിന്നെ ആ പാട്ട് അങ്ങനെയൊക്കെ അത് നമ്മളൊരു ട്രാജക്ടറി പറയുന്നിടത്ത് ഓഫ് കോഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ആളുകളിലേക്ക് അല്ലെങ്കിൽ അത് വായിച്ച ആളുകൾക്ക് ചിലപ്പോൾ അത് ഇമ്പ്രസീവ് ആയിട്ടൊക്കെ തോന്നിയിരിക്കാം. ഡെഫിനറ്റ്ലി. ലൈക്ക് ഒരാൾ പറയാണ് എനിക്കിതാണ് ഇൻട്രസ്റ്റ്, പറയുന്ന നേരം നിന്റെ ഒരു ലൈഫും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നേരം ഞാനൊരു പാട്ടുകാരനായിരുന്നു, എനിക്ക് പാട്ടിനോട് ഇഷ്ടമുള്ള ആളും കൂടിയായിരുന്നു. അങ്ങനെയാണ് റിസർച്ചിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പാട്ടിനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അന്ന് നമ്മൾ പാടിയിരുന്ന ഒരുപാട് അറബി മലയാളം പാട്ടുകളോ ഹിന്ദി പാട്ടുകളോ ഉറുദു പാട്ടുകളൊക്കെ പിന്നെ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും ഇതെന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ, അതാണല്ലോ പിന്നെ റിസർച്ച് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു റിസർച്ച് സ്ട്രീം ഡെവലപ്പ് ചെയ്യുന്നതിലും അതിലേക്ക് ചാനലൈസ് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ. US മുസ്ലിങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ലോകത്ത് മുഴുവനായിട്ടും മുസ്ലിങ്ങൾക്കെതിരെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. US ഒരു മുസ്ലിമായിട്ടൊരു യൂണിവേഴ്സിറ്റിക്ക് അകത്തിരിക്കുന്ന സമയത്ത് ഇപ്പം എന്താ ഫീൽ ചെയ്യുന്നത്? രണ്ട് രൂപത്തിൽ തന്നെ പറയാം. ഒന്ന് രണ്ട് തരത്തിൽ തന്നെ നോക്കാം. ഒന്ന് ഇപ്പോൾ ഈ ട്രംപ് ഒക്കെ വന്നതിന് മുമ്പുള്ള, അപ്പം ഞാൻ ചെന്ന ഉടനെ ഉള്ള 2021 മുതലുള്ള, ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എനിക്ക് ഓർമ്മ വരിക, JNU ഇതുപോലെ JNU ലൈബ്രറിയിലെ പിന്നെ ഈ കോണിക്കൂട് എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഈ സ്റ്റെയർ കേസിന്റെ ലാൻഡിങ് അവിടെ നമ്മൾ നിസ്കരിച്ചിരുന്നത്, അവിടെ അത് എന്നിട്ട് ഒരു സമയത്ത് ഭയങ്കര പ്രശ്നമായതൊക്കെ ഓർമ്മ ഉണ്ടാവും. നേരെ മറിച്ച് ഞാൻ ഷിക്കാഗോയിലെത്തിയപ്പോൾ ഇത്രയും വലിയ ലൈബ്രറിയിൽ അവിടെ ഒരു മുസ്ലിം പ്രെയർ റൂം ഉണ്ട്. ആ ലൈബ്രറിയിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്കൂൾ ലൈബ്രറിയിൽ നമുക്ക് ഒരു മുസ്ലിം പ്രെയർ റൂം, നമുക്ക് JNU പ്രെയർ റൂം പോയിട്ട് ഒരു സ്പേസ് ചോദിക്കുകയാണെങ്കിൽ അത് അവിടുത്തെ ഒരു പാർട്ടിയും അത് ഏറ്റെടുക്കൂല. പക്ഷെ അവിടെ റഗൻസ്റ്റൺ ലൈബ്രറിയിൽ ഞാൻ എപ്പോൾ എനിക്ക് തോന്നുമ്പോഴും താഴെ ഒന്ന് നിസ്കരിക്കാൻ അവിടെ സൗകര്യമുണ്ട്. അതിനാരും അതൊരു ആൻറ്റൈ സെക്യുലർ ആയിട്ടോ അല്ലെങ്കിൽ അവിടെ എന്തോ ഒരു നോർമലിനെതിരായിട്ടുള്ള ഒരു സാധനമായിട്ടൊന്നും അവരത് മനസ്സിലാക്കുന്നില്ല. അവരതിനെ വളരെ നോർമലായിട്ട്, ഓക്കെ നിങ്ങളൊരു മതമാണോ, ആ മതം ഇതാക്കാനുള്ള അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി വന്നപ്പോൾ ഞാൻ പറഞ്ഞത്, യൂണിവേഴ്സിറ്റി ഫണ്ടഡ് ആയിട്ടുള്ള മുസ്ലിം സ്റ്റുഡൻസ് ഓർ അസോസിയേഷൻസ് അമേരിക്കയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ മുസ്ലിം സ്റ്റുഡൻസ് അസോസിയേഷൻ ഉണ്ട് നമ്മുടെ നാട്ടില്. അപ്പോൾ അത്രയും എനിക്ക് ഒരു റെക്കഗ്നിഷൻ ആണ് ഒരു ഗ്രൂപ്പിന് കൊടുക്കുന്നത്, പിന്നെ സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഗ്രൂപ്പിന് കൊടുക്കുന്നത്. അത് ഒരിക്കലും അവരൊരു മൈനോറിറ്റി സെൻസ് എന്നല്ല അത് വരുന്നത്. മൊത്തത്തിൽ അങ്ങനെയാണ് US സിസ്റ്റം. ഓഫ് കോഴ്സ് മുസ്ലിം കമ്മ്യൂണിറ്റി കുറച്ചുകൂടി ആക്റ്റീവ് ആയതുകൊണ്ട് ഇതൊക്കെ നേടിയെടുക്കുന്നതിലും മുന്നിലാണ്. അതുപോലെ തന്നെ ഒരു റിലീജിയസ് ആയി എന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോഴും ഉദാഹരണം പറയുന്നതാണ്, അമേരിക്കയിൽ ഒരുപാട് വലിയ റാപ്പ് സിംഗേഴ്സ് അവിടെ ഖുത്ബ ഓതുന്ന ആൾക്കാരാണ്. അതായത് എല്ലാവരും ആണെന്നല്ല ഞാൻ പറയുന്നത്, അവരെന്നെ അവിടെ പക്ഷെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഖുത്ബ ഓതുന്ന ഉസ്താദിന് ഒരു റാപ്പ് വെച്ചാൽ ആരെങ്കിലും കേൾക്കാൻ പോകൂടെ? ഇല്ല. കാരണം അവിടെ അത്രയും, അതായത് നിങ്ങളൊരു മുസ്ലിമായി നിങ്ങളെ വിശ്വാസം ഉള്ളത് കൊണ്ട് ഒരിക്കലും നിങ്ങളവിടെ ഒരു മെയിൻ സ്ട്രീം ആകുന്നതിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ പബ്ലിക് ആകുന്നതിൽ നിങ്ങൾക്ക് ഒരു അത് തന്നെ ഭയങ്കരമായിട്ട് എപ്പോഴും ഇതാകുന്ന അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കൾച്ചർ. പക്ഷെ ഇപ്പോൾ പറയുന്ന പോലെ തന്നെ ട്രംപ് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ ഫാർ റൈറ്റായിട്ട് US മൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടായി വരുന്നുണ്ട്. കുറേ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂകളാണ് ഉണ്ടായി വരുന്നത്. നമ്മുടെ എയർപോർട്ടുകളിൽ പ്രയർ റൂം വരുന്ന കോൺസെപ്റ്റ് തന്നെ ഒരിക്കലും ഈസ്റ്റ് നിന്ന് വന്നതല്ല, എനിക്ക് തോന്നുന്നത് വെസ്റ്റ് നിന്ന് തന്നെ വന്നതാണ്. വെസ്റ്റ് ആ ഒരു മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റീനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിന്റെ രീതിയാണ്. അത് ഇന്ത്യയിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഈ എയർപോർട്ടുകളിലൊക്കെ ഇപ്പോഴും പ്രയർ റൂം നിലനിൽക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, ഒന്ന് വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് വരുന്ന കുറച്ച് കസ്റ്റമേഴ്സിനെ അവര് ഇതാക്കാൻ വേണ്ടി, രണ്ടാമത്തത് ഇതൊരു വേൾഡ് പ്രാക്ടീസ് റെക്കഗ്നിഷൻ. ലാസ്റ്റ് ജസ്റ്റ് നമ്മളൊക്കെ കുറെ കുട്ടികൾ US പോകാനൊക്കെ താല്പര്യമുള്ളവരുണ്ട്, UG പോകാനും PG പോകാനും. അവർക്ക് കൊടുക്കാനുള്ള, പിന്നെ ഒരുപാട് ആളുകൾ നമ്മളെ ഇത് കേൾക്കുന്ന ആളുകൾക്കും താല്പര്യമുള്ള ഒരു വിഷയമാണ് US ഒരു എഡ്യൂക്കേഷനിലേക്ക് എത്തണം. അതിന് എന്ത് അഡ്വൈസാണ് കൊടുക്കാൻ പറ്റുക? ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ സംസാരിച്ച പോലെ ലാംഗ്വേജിൽ നിങ്ങൾ
കാരണം അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സംഭവവും ഏത് എസ് ആണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും ഈസി ആയിട്ട് അത് ടാക്കിൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇപ്പോൾ അണ്ടർ ഗ്രാഡൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ എപ്പോഴും പറയാറുള്ളത് നല്ല മാസ്റ്റേഴ്സ് ഇന്ത്യയിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് നല്ലൊരു മാസ്റ്റേഴ്സ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ആ ഡിസിപ്ലിനായിട്ടും അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടായി വരികയും പിന്നെ നിങ്ങൾ യുഎസിലേക്ക് പോകുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, എന്താണെങ്കിലും നമ്മളെ ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയതിന് ഇസാൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. താങ്ക്സ് ഫോർ ഹാവിങ് മീ.